ഘടകം അവിടെ നിശബ്ദ വോട്ടുകൾ ആർക്കൊപ്പം എന്നത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. CV അനുമോദിലേക്ക് കൂടി പോയാൽ, അനുമോദ് ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം നിലമ്പൂർ എന്നത് തൻ്റെ പേരിനൊപ്പം എഴുതി ചേർത്തു ആര്യാടൻ മുഹമ്മദ്. അതിനുശേഷം PV അൻവർ നമുക്കറിയാം എത്രയെത്ര വാർത്താ സമ്മേളനങ്ങളിലൂടെ സർക്കാരിനെതിരെ ആദ്യം തുടങ്ങി, പിന്നീട് അത് പിണറായി വിജയനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുള്ള വാർത്താ സമ്മേളനങ്ങളായി മാറി. PV അൻവർ നിലമ്പൂരിനെ തൻ്റെ പേരിനൊപ്പം എഴുതി ചേർത്ത് ആ PV അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിന്ന മാസങ്ങൾ കടന്നുപോയി. അവസാനം എല്ലാം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി അൻവർ പുറത്തു വന്ന് പിന്നീട് അങ്ങോട്ട് അൻവറിനെ ഒരു പാർട്ടിക്കും വേണ്ടാത്ത സാഹചര്യമുണ്ടായി. പല മുന്നണികൾക്ക് മുന്നിലും പോയി ഒരു അക്കമഡേഷന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടു. അപ്രസക്തനായി എന്ന തോന്നുന്നിടത്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അൻവറിന്റെ തീരുമാനമുണ്ടാകുന്നതും. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് അവസാന നിമിഷം എല്ലാവരും കൊട്ടിക്കലാശം നടത്തുമ്പോൾ 1-to-1 വോട്ട് തേടിക്കൊണ്ട് അങ്ങനെ പോലും തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ PV അൻവർ ശ്രമിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ 19-ന് ജനങ്ങൾ വിധി എഴുതും, 23-ന് ഫലം വരും. അതിനുശേഷം അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു ആകാംക്ഷ. ഈ നിലമ്പൂരുകാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പരസ്യ പ്രചരണത്തിന്റെ ദിവസങ്ങളിൽ അൻവർ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം അൻവർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാകും? നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉള്ളിൽ മനസ്സിൽ അൻവറിന് സ്ഥാനമുണ്ടാകുമോ? അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം 23-ാം തീയതി അറിയാം അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. കാരണം ഇനിയൊരു വലിയ പരാജയമാണെങ്കിൽ അൻവർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കും വേണ്ടാതായി അങ്ങനെ അവസാനിച്ചു പോകും. അതല്ല, ഒരു നല്ല വോട്ട് നേടാൻ കഴിഞ്ഞാൽ അൻവർ അവകാശപ്പെടുന്ന 75,000 വോട്ട് നേടി വിജയിക്കും എന്നുള്ളതാണ്. സ്വരാജിന് 35,000 കിട്ടൂ, ഷൗക്കത്തിന് ഏറിയാൽ 45,000, അങ്ങനെയൊക്കെയാണ് അൻവറിൻ്റെ കണക്കുകൾ. അതെന്തോ ആകട്ടെ, ഏതൊരു സ്ഥാനാർത്ഥിക്കും സ്വന്തം വിജയം ആഗ്രഹിക്കാം, അതിന് പ്രയത്നിക്കാം. പക്ഷേ നമുക്ക് വിജയിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ അൻവറിൻ്റെ അസ്തിത്വം അടയാളപ്പെടുന്ന തരത്തിൽ ഒരു വോട്ട് അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എവിടെയും ഒരു സ്ഥാനമുണ്ടാവില്ല. UDF-ലേക്കാണ് അൻവറിൻ്റെ പ്രതീക്ഷയുള്ളത്. അപ്പോൾ UDF-ന്റെ വിജയത്തിനോ പരാജയത്തിനോ അത് അൻവറിൻ്റെ ഒരു വോട്ട് നേടൽ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അൻവർ 20,000-ന് മുകളിൽ വോട്ട് നേടി ഒരു 2 മുന്നണികൾക്കും ഭീഷണിയാവുന്ന സാഹചര്യമാണെങ്കിൽ അൻവർ തീർച്ചയായിട്ടും UDF-ൽ വീണ്ടും പരിഗണിക്കപ്പെട്ടേക്കും. അതല്ലെങ്കിൽ അൻവറിൻ്റെ സഹായമില്ലാതെ ഇവിടെ വിജയിച്ചു എന്നതുകൊണ്ട് തന്നെ UDF-ന് ഇനി അൻവറിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെയും കരുതാം. എന്തു തന്നെയാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേടുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. അയാളുടെ ഭാവി നിർണ്ണയിക്കുന്ന വോട്ടുകളാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രചരണം കണ്ടതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധാരണ മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ നിശ്ചയിച്ച ഇടങ്ങളിലൊന്നും അല്ല, മാധ്യമങ്ങളെ അറിയിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ, തെരഞ്ഞെടുത്ത വ്യക്തികൾ, കുടുംബങ്ങൾ, അങ്ങനെ തനിക്ക് മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ ഉറപ്പിക്കുകയാണ് അൻവർ ചെയ്തത്. അങ്ങനെ ഉറപ്പിക്കുന്ന വോട്ടുകൾ എല്ലാ വീടുകളിലും ഓരോരുത്തരും തനിക്ക് പ്രവർത്തകരായുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ അൻവർ പറയുമ്പോൾ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെയും അതേപോലെ UDF-ൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ അവിടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് സ്ലീപ്പർ സെല്ലുകളിൽ പോലെയുള്ള തൻ്റെ പ്രവർത്തകരുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് അൻവറിൻ്റെ ആത്മവിശ്വാസം. കാടടച്ചുള്ള പ്രചരണമല്ല, മറിച്ച് കൃത്യമായ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ കാരണം അതൊന്ന് ഒഴിവായതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ്. തനിക്ക് 2 ഇടങ്ങളിലായി കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, തൻ്റെ പ്രവർത്തകരെ അതിനെ നിയോഗിക്കാനും കഴിയില്ല എന്നൊരു കാരണം. അത് ന്യായീകരണമാണെങ്കിൽ പോലും ഈ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ 3 മുന്നണികൾക്കൊപ്പം പിടിച്ചു നിൽക്കുക എന്നതിനേക്കാൾ അൻവർ ശ്രദ്ധിക്കുന്നത് തനിക്ക് മാത്രം ലഭിക്കുന്ന വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ പ്രചരണത്തിനിറങ്ങി അവസാന ലാപ്പിൽ മറ്റുള്ളവർക്കൊപ്പം ഓടിയെത്താൻ വലിയ പാടുപെട്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ അസ്തിത്വം ഉറപ്പിക്കാൻ കഴിയുന്നത്ര ഒരു വോട്ടുകൾ അൻവറിനെ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ അവസാനം കുറിക്കുന്ന ഒന്നാകുമെന്ന് അൻവറിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് UDF-ന്റെ ജയം തോൽവി എന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ ഭാവി ഉറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുക തന്നെയാണ് അൻവർ ചെയ്തിരിക്കുന്നത്. അൻവറിനൊരു 10,000-ന് മുകളിൽ വോട്ട് നേടാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ സാധാരണ ആളുകൾ പറയുന്നതാണ്. അൻവർ 75,000 അവകാശപ്പെട്ടാലും ഒരു 10,000-നും 20,000-നും വോട്ടുകൾ അൻവർ നേടും എന്നൊരു കണക്കൂട്ടൽ പൊതുവേ ഉണ്ട്. ആ വോട്ടുകൾ അൻവർ നേടിയാൽ പോലും അത് UDF-നും LDF-നും തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാകും ഉണ്ടാവുക.
10,000-ത്തിന് മുകളിൽ വോട്ട് അൻവർ നേടിക്കഴിഞ്ഞാൽ LDF പറയുന്നത് UDF പരാജയപ്പെടുമെന്നാണ്. പക്ഷേ അൻവറിൻ്റെ വോട്ടുകൾ 20,000-ത്തിനൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ LDF-നും അത് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ രണ്ട് മുന്നണികളിൽ നിന്നും അൻവർ വോട്ട് ലക്ഷ്യമിടുന്നുണ്ട്. എത്രമാത്രം ഈ നാട് കഴിഞ്ഞ 9 വർഷം MLA ആയി ആ നാടിനൊപ്പം നിന്ന PB അൻവറിനെ ഇപ്പോൾ വിലയിരുത്തും, എത്രമാത്രം നാട് ഒപ്പം നിൽക്കുമെന്നുള്ളത് 23-ാം തീയതി തന്നെ നമുക്കറിയാം. തീർച്ചയായും 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. അതിനു മുൻപ് പ്രവചനങ്ങൾ സാധ്യമാകാത്ത വിധം ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. മുന്നണികൾ കൂട്ടിക്കിഴിക്കലുകൾ അവർ ഓരോ നിമിഷവും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ അവകാശവാദങ്ങൾ ഒരു 10,000-ത്തിന് മുകളിൽ വോട്ട് നേടി UDF ജയിക്കുമെന്നതാണ് UDF പറയുന്നത്. അതേസമയം കാറ്റ് തങ്ങൾക്ക് അനുകൂലമാണ്, വിജയം തങ്ങൾക്കൊപ്പം തന്നെയെന്ന് LDF-ഉം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒരു 5,000-ത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നതാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ എന്നതാണ് മനസ്സിലാക്കുന്നത്. PG സജിത്ത് നമുക്കൊപ്പം ചേരുമ്പോൾ, സജിത്ത്, നിലമ്പൂരിൽ അടിയൊഴുക്കുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടമാണ്. പക്ഷേ ഇത്തവണത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത്തരം അടിയൊഴുക്കുകൾ ഉണ്ടാകില്ല എന്നതുകൂടിയാണ്. കാരണം മുന്നണികൾ അവരവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശക്തമായ ശ്രമം ഇതിനോടകം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പുറമേക്ക് തന്നെ പ്രതിഫലിക്കുന്ന തരത്തിലായിരുന്നു 23 ദിവസം നീണ്ട പ്രചരണ പരിപാടികൾ നമ്മൾ കണ്ടത്. അപ്പോൾ ജയം എന്നതിനപ്പുറം അവരവരുടെ കേഡർ വോട്ടുകൾ, അവരവർക്കുള്ള വോട്ടുകൾ ഉറപ്പിക്കുക എന്നത് കൃത്യമായി നടക്കും എന്ന ഒരു പ്രതീക്ഷ മുന്നണികളെ സംബന്ധിച്ചുണ്ട്. അവിടെ ഏറ്റവും നിർണായകമാവുക അൻവർ എത്ര വോട്ട് നേടുന്നു, NDA സ്ഥാനാർത്ഥി എത്ര വോട്ട് നേടുന്നു എന്നതാണ്. 8,500 വോട്ട് എന്ന നിലയിലേക്ക് NDA സ്ഥാനാർത്ഥിക്ക് എത്താൻ കഴിയുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ആ അഡ്വാൻറ്റേജ് കൂടി നേടണമെന്നതായിരുന്നു NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. അത് സാധ്യമാകുമോ? അൻവറിനെ സംബന്ധിച്ച് ഒരു 10,000-ത്തിന് മുകളിലേക്ക് വോട്ട് ഉയർത്തുക എന്നതൊരു സാധ്യതയാണോ? അങ്ങനെയാണെങ്കിൽ അൻവർ ആരുടെ വോട്ട് കൊണ്ടുപോകും? അടിയൊഴുക്കിനപ്പുറം അടിയൊഴുക്കുകളില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ നേടുന്ന വോട്ട് എന്നതായിരിക്കുമോ ഈ റിസൾട്ട് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറുക? രേണുക, രണ്ട് മുന്നണിയുടെയും ഭാഗമല്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ അൻവറിന്റെ വേരുകൾ ഇടതുമുന്നണിയിലുമുണ്ട്, UDF-ലുമുണ്ട്. ഇടതുമുന്നണിയുടെ സ്വതന്ത്രനായി 2 തവണയും അൻവർ വിജയിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ബന്ധമാണ്. കോൺഗ്രസ് വോട്ടുകൾ ചോർത്തിയെടുക്കാനുള്ള ശേഷിയാണ്, ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശേഷിയാണ്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അതായത് UDF-ലും ഇടതുമുന്നണിയിലും ഒരേ സമയം വേരുകളുള്ള PV അൻവർ ഒരു ബദൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് ആരുടെ വോട്ട് ചോർത്തുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഈ രാഷ്ട്രീയ രംഗത്തുണ്ട്. അവിടെ ഇരു മുന്നണികൾക്കും ആശങ്കയുണ്ട് എന്നതാണ് വസ്തുത. പുറമേക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ സുരക്ഷിതമെന്ന വാദമുണ്ടെങ്കിൽ കൂടിയും അത് അങ്ങനെയല്ല അവരുടെ കണക്കെടുപ്പ് എന്നതാണ് വസ്തുത. കാരണം PV അൻവർ 10,000-ൽ പരം വോട്ടുകൾ പിടിക്കുമെന്ന കാര്യം മുന്നണി നേതൃത്വങ്ങൾ ഏറെക്കുറെ സമ്മതിച്ചു തരുന്നുണ്ട്. ഈ വോട്ടുകൾ ആരെ ചോർത്തുമെന്ന ചോദ്യമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ അവകാശവാദം അത് കോൺഗ്രസ് വോട്ടുകളാണ് ചോർത്തുക എന്നതാണ്. പക്ഷേ 10,000-ത്തിന് അപ്പുറത്തേക്കും അൻവറിന്റെ വോട്ടുകൾ വന്നാൽ അത് ഇടതുമുന്നണിയുടെ വോട്ടുകളിലും ചോർച്ചയുണ്ടാവില്ലേ എന്ന മറുചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി PV അൻവർ എന്ന MLA-ക്ക് രാഷ്ട്രീയ നേതാവിന്റെ ബന്ധങ്ങൾ ഇടതുമുന്നണിയിലാണ്. ഇവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങളും പ്രദേശത്തെ ജനങ്ങളുമായുള്ള അൻവറിന്റെ ബന്ധം അത് ഇടതു വോട്ടുകൾക്കും ചോർച്ചയുണ്ടാക്കില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും. എന്തായാലും UDF പ്രതീക്ഷ വയ്ക്കുന്നത് അതിൽ തന്നെയാണ്. തങ്ങളുടെ രാഷ്ട്രീയ വോട്ട് പ്ലസ് ഇടതുമുന്നണിയുടെ ചോർച്ച ഉണ്ടാവുന്ന വോട്ടുകൾ അങ്ങനെ വിജയിച്ചു കയറാം എന്ന് അവർ കരുതുന്നു. അതേസമയം ഇടതുമുന്നണിയുടെ പ്രതീക്ഷ അൻവർ സ്വാധീനിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. കാരണം പൂർണ്ണമായും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് മാത്രം നിലമ്പൂർ വിജയിച്ച് കയറാൻ കഴിയില്ല. അങ്ങനെ ഒരു കണക്കെടുപ്പ് അവർക്കില്ല. മറിച്ച് അൻവർ സ്വാധീനിക്കപ്പെടുന്ന വോട്ടുകൾ UDF ക്യാമ്പിൽ നിന്ന് നഷ്ടമാവുമ്പോൾ ഈ ഇടതുമുന്നണിയുടെ കേഡർ വോട്ടുകളും ചേർന്നാൽ വിജയിച്ചു കയറാം എന്ന കണക്കിലാണ് ഇടതുമുന്നണിയും വരുന്നത്. കാരണം അൻവർ സ്ഥാനാർത്ഥി ആവുന്നു എന്നപ്പോൾ മാത്രമാണ് അവിടെ സ്വരാജിനെ പോലെയുള്ള ഒരാളെ പരീക്ഷിക്കാൻ പോലും ഇടതുമുന്നണി CPM നേതൃത്വം തയ്യാറായത്. അതുകൊണ്ട് ഒരു കൃത്യമായ ഫാക്ടർ PV അൻവർ എത്ര കണ്ട് വോട്ടുകളെ സ്വാധീനിക്കുമെന്ന ചോദ്യമാണ്. ഒരുപക്ഷെ അൻവർ അവകാശപ്പെടുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ഒരു UDF-ന് അവരുടെ കേഡർ വോട്ടുകൾ, അവരുടെ സംഘടനാ വോട്ടുകൾ നിലനിർത്താനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ UDF-ന് ഇവിടെ തുടരാം, അവർക്ക് വിജയിച്ചു കയറാം. അതേസമയം ഇടതുമുന്നണിക്ക് ഈ മണ്ഡലം നിലനിർത്താൻ ഇവിടെ അവരുടെ അൻവറിന് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ അൻവർ സ്വാധീനിക്കുന്ന വോട്ടുകൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും സജിത്ത്, അവിടെ NDA സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. 8,500 വോട്ട് എന്ന കഴിഞ്ഞ തവണ